നമ്മുടെ ഈ മാരത്തോണിലെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 6 ആണ്. രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. കുഞ്ഞൊരു ചാപ്റ്ററാണ്. കുഞ്ഞൊരു ചാപ്റ്റർ അത്ര എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് ഫീൽ ചെയ്യാത്ത ഒരു ചാപ്റ്ററാണ്. കുറച്ച് എന്താണ് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആണ്. 1-2 ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ, ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ചാർജസ് നമ്മൾ പറയും. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ സെക്യൂർ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ സെക്യൂർ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ അതേ കോൺസെപ്റ്റിനെയാണ് നമ്മളിവിടെ ചാർജ് എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓൺ എ പെർട്ടിക്കുലർ അസെറ്റ്. നമ്മളിപ്പോൾ ഒരു ലോൺ കൊടുത്തു കഴിയുമ്പോൾ കമ്പനി എന്താണ് തൻ്റെ അസെറ്റ് നമുക്ക് തരുന്നു ഇൻഡയറക്ട്ലി. അതൊരു ചാർജ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ക്രിയേറ്റിംഗ് ഡെഫിനേഷൻ ഓഫ് ചാർജ്, ഡ്യൂട്ടീസ് ടു രജിസ്റ്റർ ചാർജ്, അപ്ലിക്കേഷൻ, പിന്നെ നോട്ടീസ്, പിന്നെ കുറച്ച് ഫോംസ്, ഡേറ്റ്സ്, അതൊക്കെയാണ് ഇവിടെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ കമ്പനി ഈസ് ടേക്കൺ എ ലോൺ, അതിപ്പോൾ ഡിബഞ്ചർ ആയിക്കോട്ടെ, ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ലോൺ ആയിക്കോട്ടെ, അത് മെമ്പേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ, കമ്പനി എന്താണ് കമ്പനിയുടെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് അസെറ്റോ, അത് ടാൻജിബിളോ ഇൻടാൻജിബിളോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതോ വിദേശത്തുള്ളതോ എവിടെയായിരിക്കട്ടെ, കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു അസെറ്റിൻ്റെയോ പ്രോപ്പർട്ടിയുടെയോ മേളിൽ ചാർജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ കമ്പനിക്ക് ഈ ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അസെറ്റ് ഞങ്ങൾ തരാം എന്നൊരു ഉറപ്പ് നൽകുന്ന കോൺസെപ്റ്റിന്റെ പേരാണ് ചാർജസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, ചാർജ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഓർ ലീൻ. ലീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു ലീൻ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ട് ഇപ്പം ഞാനൊരു കമ്പനിയാന്ന് വെച്ചോ, അപ്പോൾ ഞാനൊരു കമ്പനിയാണ്, ലോൺ എടുത്തതിന് ശേഷം ഞാൻ പറയുവാണ് എൻ്റെ അസെറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ലീൻ ക്രിയേറ്റ് ചെയ്തോ. ഇറ്റ് മീൻസ് നാളെ എനിക്ക് ഈ പൈസ തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ അസെറ്റ് എടുത്തുകൊണ്ട് പോക്കോ. സോ ഓൺ ദ പ്രോപ്പർട്ടി, അത് മൊബൈൽ പ്രോപ്പർട്ടി, ഇമ്മൊബൈൽ പ്രോപ്പർട്ടി, ടാൻജിബിൾ, ഇൻടാൻജിബിൾ, ഫിക്സ്ഡ് അസെറ്റ്, കറന്റ് അസെറ്റ്, ഏത് ടൈപ്പ് ഓഫ് ആയിക്കോട്ടെ, കമ്പനി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന അസെറ്റ് ആയിക്കോട്ടെ, ഫിക്സ്ഡ് അസെറ്റ് ആയിക്കോട്ടെ, കമ്പനിയുടെ ഏതെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, പ്രോസസ് ആയിക്കോട്ടെ, ഇതിന്റെ മേളിൽ ചാർജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓർ ലീൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓർ ലീൻ ക്രിയേറ്റ് അസെറ്റ് അണ്ടർടേക്കിംഗ് ഓർ ബോത്ത് ക്രിയേറ്റ് ഫോർ ദ സെക്യൂരിറ്റി ഫോർ ദ റീപേയ്മെന്റ്. ശരിക്കും പറഞ്ഞ് എന്തിനു വേണ്ടിയാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന. ഒരു പക്ഷേ കമ്പനിക്ക് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കും, നമ്മൾ ഈ അസെറ്റ് എടുക്കുക. അപ്പോൾ കമ്പനിക്ക് ഒരു സേഫ്റ്റി, ഒരു വിശ്വാസം, അത്രമാത്രമുള്ള ഈ ഒരു കോൺസെപ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം നോർമലി കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ആധാരം പണയം വെച്ച് നമ്മൾ വീട്ടിൽ ലോൺ എടുക്കില്ലേ, സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥലം ജപ്തി ചെയ്യും. അതേ കോൺസെപ്റ്റ് തന്നെ കമ്പനിയുടെ കാര്യത്തിലാണ്. ഓക്കെ, whenever a company borrows loan including term loan, working capital loans ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ഇൻട്രോ മാത്രം പറയുന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ടൈപ്സ് ഓഫ് ചാർജ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഫിക്സ്ഡ് ചാർജും ഉണ്ട്, ഫ്ലോട്ടിംഗ് ചാർജും ഉണ്ട്. ഫിക്സ്ഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ്, ശരിക്കും പറഞ്ഞാൽ ഫിക്സ്ഡ് അസെറ്റിന്റെ മേളിലും ഫ്ലോട്ടിംഗ് അസെറ്റിന്റെ മേളിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചാർജസിന്റെ പേരിലാണ് ഈ ഒരു നെയിം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി എന്താണ്, അങ്ങനെ ഫിക്സ്ഡ് അസെറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, മിഷനറീസ്, അങ്ങനെയുള്ള അസെറ്റിന്റെ മേളിൽ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഒരു പണയ വസ്തുവായിട്ട് അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർ ആസ് ഫിക്സ്ഡ് ചാർജ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഈ അസെറ്റ് യൂസ് ചെയ്യാം, പക്ഷെ കമ്പനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ഹോൾഡറിന്റെ കൺസെന്റ് വേണം. അതായത് ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ ഈസ് കോൾഡ് ആസ് എ ചാർജ് ഹോൾഡർ, അവരുടെ കൺസെന്റ് വേണം. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ കമ്പനി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയില്ലേ, സാധാ സ്റ്റോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സ്റ്റോക്കാണ്, ഇത് നമ്മൾ കമ്പനി എന്ത് ചെയ്യും, കമ്പനിക്ക് യൂസ് ചെയ്യാൻ വിൽക്കരുതെന്ന് പറയത്തില്ല, കമ്പനിക്ക് ഇത് വിൽക്കാം. കമ്പനിയുടെ എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ അസെറ്റിലും എന്താണ് കമ്പനിക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, സേഫ് ഇതാണ്. ഇതും സേഫ് അല്ലെന്നല്ല, പക്ഷെ കമ്പനി എന്താണ് ഇങ്ങനെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് നോർമലി ഫ്ലോട്ടിംഗ് ചാർജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം അസെറ്റിലാണ്, ഷോർട്ട് ടേം ലോൺസിലൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഫ്ലോട്ടിംഗ് ചാർജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ബേസിക് ആയിട്ട് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് ചാർജ്, അപ്പോൾ ചാർജ് ഫിക്സ് ആയതുകൊണ്ടല്ല, ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ സ്പെസിഫിക് അസെറ്റ് ആയിരിക്കും, ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഓഫീസ് പ്രിമൈസസ്, ഇതിന്റെ മേളിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ അസെറ്റ് എന്താണ് കൃത്യമായിട്ട്
അസെറ്റ് ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് അസെറ്റ് ആയിരിക്കണം. ഒരു ബൾക്ക് കാണിച്ചിട്ട് കുറച്ച് തരാം, ഇതിൽ നിന്ന് കുറച്ച് തരാം എന്നൊരു കോൺസെപ്റ്റ് ഒന്നും തന്നെയല്ല. എപ്പോഴും എന്താണ് ഈ അസെറ്റ് അവിടെ വളരെ വ്യക്തമായിട്ട് അസെറ്റിന് ഇപ്പോൾ ഒരു മിഷനറി ആണെങ്കിൽ മിഷനറി നമ്പർ, കാര്യങ്ങൾ, എല്ലാ ചേസസ് നമ്പർ എന്ന് പറയത്തില്ല, അതേപോലെ ഇഞ്ചിൻ നമ്പർ, എല്ലാ കാര്യങ്ങളും എന്താണ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പം നോർമലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ മോർഗേജ്, നമ്മളിപ്പോൾ ആധാരം പണയം വെക്കൂല, അതിൻ്റെ ടൈറ്റിൽ ഡീഡ്സ്. ആധാരം എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പാണ്. ആ ഒരു പ്രോപ്പർട്ടി എന്താണ് നമ്മൾ പണയം വെക്കുന്നു, ഈട് വെക്കുന്നു. അപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചാൽ ആ വീട് എനിക്ക് വിൽക്കാൻ പറ്റില്ല, കാരണം ആധാരം എവിടെയാ? ബാങ്കിൽ പണയമാണ്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ബാങ്കിൽ ആ പണയം പണം തിരിച്ചു കൊടുത്തതിന് ശേഷം എന്താണ്, പൈസ തിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആധാരം തിരിച്ച് മേടിച്ചിട്ട് വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ലോൺ കൊടുക്കുന്ന ക്രെഡിറ്ററെ സംബന്ധിച്ച്. പക്ഷെ കമ്പനിനെ സംബന്ധിച്ച് എന്താണ്, കമ്പനിക്ക് അത് വളരെ ഒരു ബേർഡൻ തന്നെയാണ്. കാരണം കമ്പനി വളരെ ഹൈലി റിസ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അസെറ്റ് എല്ലാം എന്താണ് നഷ്ടമാകാനുള്ള ഒരു ചാൻസസും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. ഇവിടെ അസെറ്റിന്റെ മേളിലാണ് ഫ്ലക്ച്വേറ്റിംഗ് എന്നതിൽ ഫ്ലോട്ടിംഗ് എന്നൊരു വേർഡ് വന്നിരിക്കുന്നത്. നേച്ചർ ലൈക്ക് എന്താ, റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഡെറ്റേഴ്സ്, ഇതിൻ്റെ മേളിലൊക്കെ എന്താണ് ബിൽസ് റിസീവേബിൾ, അങ്ങനെ അതിൻ്റെ മേളിലൊക്കെ എന്താണ് കമ്പനി തൻ്റെ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിൻ്റെ പേരാണ്. ഇത് കമ്പനിയുടെ എന്താണ് പ്രസന്റ് അസെറ്റ് ആകാം, ഫ്യൂച്ചർ അസെറ്റ് ആക്കി. ഇപ്പോൾ മാനുഫാക്ചറിങ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ളത് ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യതയുള്ള ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് വരാൻ സാധ്യത വരുന്ന ഒരു അസെറ്റിൻ്റെ മേളിൽ നമുക്ക് എന്താണ് ചാർജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി ഇതൊക്കെ എന്താണ് ഒരു ഷോർട്ട് ടേമിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, കമ്പനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് പ്രൊഡ്യൂസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ഫോർ ദ സെയിൽ. അപ്പോൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്താണ്? ദസ് ഫ്ലോട്ടിംഗ് ചാർജ് ഇസ് എ ചാർജ് ദാറ്റ് ഫ്ലോസ് എബോവ് ദ എവർ ചേഞ്ചിങ് അസെറ്റിൻ്റെ മേളിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവം. ഈ ഒരു ഫ്ലോട്ടിംഗ് ചാർജിൽ വരുന്ന ഒരു അസെറ്റ് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് നമ്മുടെ ഈ ചാർജ് ഹോൾഡറിൻ്റെ കൺസെൻറ്റ് ഒന്നും തന്നെ വേണ്ട. പക്ഷെ നമ്മൾ ഫിക്സ്ഡ് ചാർജിൽ പറഞ്ഞിരുന്നു ആരുടെ കൺസെൻറ്റ് വേണം? ചാർജ് ഹോൾഡറിൻ്റെ കൺസെൻറ്റ് നമുക്ക് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഈ അസെറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് മാക്സിമം എന്താണ് വിത്തിൻ 1 ഇയർ ഒക്കെ നോർമലി കറണ്ട് അസെറ്റ്സ് ആണ്. കമ്പനി കൺസ്യൂം ചെയ്യുന്ന അസെറ്റ്സ് ഒക്കെ എന്താണ് ഇവിടെ കമ്പനി നെക്സ്റ്റ് പഠിക്കാവുന്ന കോൺസെപ്റ്റ് അത് തന്നെയാണ്. കമ്പനി ഒരു പക്ഷേ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വർഷത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് അവിടെ തന്നെ ഉണ്ട്, ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടേയിരിക്കും. മീൻസ് ഈ പ്രൊഡക്റ്റ് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കമ്പനി ഏതെങ്കിലും രീതിയിൽ ഡിഫോൾട്ട് ചെയ്താൽ, അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ചെയ്താൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം ഡാം കെട്ടുന്ന പോലെയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ എന്താണ് നമ്മൾ ഡാം കെട്ടുന്നൊരു സംഭവമുണ്ട്. ഫ്ലോട്ടിംഗ് ചാർജിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അവിടെ എന്താണ് ഒരു പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നു. എന്താണ് മെയിനായിട്ട് കമ്പനി എന്താണ് ടേംസ് ബ്രീച്ച് ചെയ്താൽ. അപ്പോൾ നെക്സ്റ്റ് പഠിക്കുന്ന കോൺസെപ്റ്റാണ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് നമ്മൾ വെള്ളത്തിന് എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ആക്കുക എന്ന് പറയും, ക്രിസ്റ്റലൈസേഷൻ പോലെ. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ when a creditors enforces the security due to the breach of the terms. അതായത് കമ്പനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ മാസം ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഈ മാസം ഇൻട്രസ്റ്റ് കൊടുത്തില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ക്രെഡിറ്റർ നേരെ നിങ്ങൾ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ തരുന്നില്ല, സോ ഫ്ലോട്ടിംഗ് വേണ്ട നമുക്ക് ഫിക്സ് ആക്കാം. അപ്പോൾ കറണ്ട് അസെറ്റും എന്തായിട്ട് മാറും? ഫിക്സ്ഡ് അസെറ്റ് ആയിട്ട് മാറും. സോ ആ ചാർജ് ഫിക്സ്ഡ് ആയിട്ട് മാറും. വെൻ ദ ക്രെഡിറ്റർ എൻഫോഴ്സസ് ദ സെക്യൂരിറ്റി ഡ്യൂ ടു ദ ബ്രീച്ച് ഓഫ് ടേംസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ബ്രീച്ച് ഓഫ് ടേം ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ചാർജ്. ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കി, വെൻ ദ കമ്പനി ബ്രീച്ച് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ചാർജ്. മേ ബി അത് ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പനി എന്താണ് ലിക്വിഡേഷനിലേക്ക് പോയി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫ്ലോട്ടിംഗ് ഉള്ളത് എന്തായിട്ട് മാറും? ഫിക്സ്ഡ് ആയിട്ട് മാറും. ആൻഡ് ഓൾ ദ അസെറ്റ് എന്താണ് ആ ഡേറ്റിലുള്ള എല്ലാ അസെറ്റും, അതായത് ഫ്ലോട്ടിങ്ങിൽ വരുന്ന എല്ലാ അസെറ്റും എന്താണ് അവിടെ നിൽക്കും, പിന്നെ അനങ്ങാൻ പാടില്ല. അപ്പോൾ എന്താണ് കമ്പനി ഫ്ലോട്ടിംഗ് ചാർജിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്താൽ, ടേംസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുന്ന സിനാറിയോ ഉണ്ടെങ്കിൽ, ലിക്വിഡേഷനിലേക്ക് പോകുമ്പോൾ ഇനി പുതിയ സെയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? അവിടെ നിർത്തുക. ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, ആ ഫ്ലോട്ടിംഗ് ചാർജ് റിമെയിൻസ് ഡോർമെന്റ്. ഡോർമെന്റ് എന്ന് പറയുമ്പോൾ ഇനി ഒന്നും ചെയ്യരുത് അൺടിൽ ഇറ്റ് ഈസ് ബിക്കം ഫിക്സ്ഡ് ക്രിസ്റ്റലൈസസ്. ഓക്കെ, ഇതെന്താണ് ഫിക്സ്ഡ് ക്രിസ്റ്റലൈസ് ആകാതെ ഒരു രീതിയിൽ ചുമ്മാ പോയിക്കൊണ്ടേയിരിക്കും. ആർക്കും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചാർജ് ഹോൾഡേഴ്സിന് കൺട്രോൾ ഇല്ല. പക്ഷേ ഫിക്സ്ഡ് ആകുന്നു അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്ക് കൺട്രോൾ വരും? ആ ഒരു അസെറ്റിന്റെ മേളിൽ നമ്മുടെ ചാർജ് ഹോൾഡറിന് എന്താ പറയുക കൺട്രോൾ വരും. So on crystallization of charge, the security becomes fixed and available for the realization. Realization എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസെറ്റ് എല്ലാം സെയിൽ ചെയ്തിട്ട് ആർക്ക് എടുക്കാം?
കാരണം ഇനി എന്താണ്, ഇനി പൈസ കിട്ടത്തില്ല, ഇനി നീ ഇൻട്രസ്റ്റും തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അത് വിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ ഒരു മെയിൻ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ്. ചാർജസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് വാട്ട് ഈസ് എഫക്റ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ക്രിസ്റ്റലൈസേഷൻ ആകും. ഇവിടെ 1-2 എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെയും എക്സാമ്പിൾ 4 നൽകിയിട്ടുണ്ട്. ഇനി കമ്പനി എന്താണ്, രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോംസും കാര്യങ്ങളൊക്കെ തന്നെ. കമ്പനി ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ചാർജ് എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കമ്പനി എന്താണ്, ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാർജ് ചെയ്ത വിവരം കൃത്യമായിട്ട് തന്നെ നമ്മുടെ രജിസ്ട്രാറിന് അറിയിച്ചു കൊടുക്കണം. കാരണം ഏതൊക്കെ കമ്പനി ഏതൊക്കെ അസറ്റിൻ്റെ മേളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാം എന്താണ് കാണാൻ പറ്റും. അത് ജസ്റ്റ് MCAയിൽ പോയിട്ട് എന്താണ് ചാർജ് ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട്, ചില സമയത്ത് വർക്കാവത്തില്ല അവരുടെ സൈറ്റ്, എന്നാലും ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കമ്പനിയുടെ സിൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ അസറ്റിൻ്റെ മേളിൽ ഏതൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്തിനാണ്, ഇതേ ഒരു അസറ്റാണ് ഞാൻ മേടിക്കുന്നതെങ്കിൽ, ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്ത അസറ്റാണ് ഞാൻ മേടിക്കുന്നതെങ്കിൽ ബേർഡൻ ആണോ? ഉറപ്പായിട്ടും ബേർഡൻ ആണ്. അതല്ലാതെ ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്ത അസറ്റിന്റെ മേളിലാണ് രണ്ടാമത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലോ? അപ്പോൾ ഇതെല്ലാം ആരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്? ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ടാകും, പക്ഷെ തേർഡ് പാർട്ടിനെ അറിയിക്കാൻ വേണ്ടിയാണ് കമ്പനി ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അപ്പോൾ കമ്പനിയുടെ ഈ ഒരു എന്താണ് അസറ്റ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലോ സിറ്റുവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും എന്താണ് കമ്പനി കൃത്യമാണ് കൃത്യ ലൊക്കേഷൻ എവിടെയാണ് അസറ്റ് ഇരിക്കുന്നത്, എവിടെയാണ് ഓഫീസ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസിൻ്റെ മേളിലാണ് ഞങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ 1000 കോടി രൂപ മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കമ്പനി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നോർമലി എന്താണ് 30 ദിവസത്തിനുള്ളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്ത, അതായത് എഗ്രിമെൻ്റ് ആക്കി 30 ദിവസത്തിനുള്ളിൽ എന്താണ് ഈ പറഞ്ഞ കമ്പനി ചാർജ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഒരു പക്ഷേ എന്താണ് രജിസ്ട്രേഷൻ ചെയ്തില്ല നഷ്ടമാർക്കാം നമ്മുടെ ചാർജ് ഓർഡർ. അപ്പോൾ ചാർജ് ഓർഡർ എന്ത് ചെയ്യും, കമ്പനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും, നേരെ രജിസ്ട്രേഷന് അപ്ലിക്കേഷൻ ചെയ്യും. മുന്നോട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, 30 days ആണ്. ഹൗ ദ രജിസ്ട്രേഷൻ ഓഫ് ചാർജ് വിൽ എഫക്റ്റ്, ഇതിന് കുറച്ച് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ആയിരിക്കുന്ന അസറ്റിനും അതേപോലെ തന്നെ ഫോറിനിൽ സിറ്റുവേറ്റ് ആയിരിക്കുന്ന എന്താണ് അസറ്റിനും 2 രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വേർ ദ ഇൻസ്ട്രുമെന്റ് ഡീഡ് റിലേറ്റ് ടു ദ സോളൽ ദ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, എങ്ങനെ അതിനെ വെരിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ 3 രീതിയിലുണ്ട്, സീൽ, അതേപോലെ തന്നെ ഡയറക്ടറിൻ്റെ സൈൻ, അതിൽ സം അതർ പേഴ്സൺ എന്നൊരു സംഭവമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് എപ്പോഴും എന്തായിരിക്കണം, സം അതർ പേഴ്സൻ്റെ ഒരു കോൺസെപ്റ്റ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ ഒരേ പോയിന്റ് അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, ഷാൽ ബി ഇഷ്യൂഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എനി ഡയറക്ടർ, കമ്പനി സെക്രട്ടറി ഓർ എനി ഓത്തറൈസ്ഡ് ഓഫ് ദ ചാർജ് ഹോൾഡർ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെ, വിദേശത്താണെങ്കിൽ എങ്ങനെ, ഇതൊരു സംഭവം വ്യത്യാസമുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക എങ്ങനെയാണ്. നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ 2018, അതായത് 2/1/2018 മുമ്പ് ക്രിയേറ്റ് ചെയ്ത ചാർജസിൻ്റെ ഒരു ഷീറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് ഇവിടെ തൊട്ട് വായിച്ചാൽ നിങ്ങൾ മതി. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ചാർജ് ക്രിയേറ്റഡ് ബിഫോർ 2/11/2018 വിത്തിൻ 30 days ആണ്. ഇല്ലെങ്കിൽ എന്താണ്, വിത്ത് നോട്ട് യു വിൽ ഗെറ്റ് 300 days. ഇഫ് നോട്ട് 300 days നിങ്ങൾ എന്താണ് ഫ്രം 2008 നോക്കുന്ന സമയത്ത് 6 months ചെയ്താലും മതി. ഓക്കെ, ബാക്കിയുള്ള എന്താണ് 30 days കോൺസെപ്റ്റ് ആണ്. ഇനി ആഫ്റ്റർ 2008 ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വിത്തിൻ 30 days നിങ്ങൾ ചെയ്യണം. ഇത് നോക്കുക, ഇത് ഏത് ഫ്ലോ ചാർട്ടാണ്? ഈ ഫ്ലോ ചാർട്ട് പറയുന്നത് ചാർജ് ക്രിയേറ്റ് ചെയ്ത് 2/11/2018, അതായത് November 2, 2018 മുമ്പ് ചെയ്ത് ചാർജ് ആണെങ്കിൽ നിങ്ങളത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 30 days രജിസ്ട്രേഷൻ ചെയ്തിരിക്കണമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്തില്ലെങ്കിൽ 300 ദിവസം കിട്ടുമാണ്. നിങ്ങൾക്ക് അതൊന്നും ചെയ്തില്ലെങ്കിൽ ഇനി ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ 2018 ആണല്ലോ, അന്ന് തൊട്ട് 6 മാസത്തിനുള്ളിൽ അപ്പോൾ നടന്നിരിക്കണം. ഓക്കെ, ഇത് പണ്ടത്തെ സംഭവമാണ് പറയുന്നതാണ്. ഇനി ഇപ്പോൾ 2024 കാര്യമാണെങ്കിലോ, ഇൻ കേസ് ഓഫ് ചാർജ് വാസ് ക്രിയേറ്റഡ് ഓൺ, അതായത് അന്നോ അല്ലെങ്കിൽ ഇപ്പോൾ 2000 അതിന് ശേഷവും ഒക്കെ ആണെങ്കിൽ കമ്പനി എന്താണ് 30 days ഇത് ഒറിജിനൽ പീരീഡ് ഓഫ് 30 days. The registrar may on application by the company allows such registration to be made within a period of 60 days of such creation. In other words, എന്ത് ചെയ്യും 30 + 30. In other words, a grace period of another 30 days എന്താണ് കമ്പനി കൃത്യമായിട്ട് തന്നെ കൊടുക്കും. ഇനി ഈ എക്സ്റ്റെൻഡഡ് പീരീഡിലും പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്താണ് ഫർദർ പീരീഡ് ഓഫ് 60 days കിട്ടും. ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് 60 + 60 ഫസ്റ്റ്, പിന്നെ ഒരു 60, അതായത് 30 + 60 എന്താണ് കൊടുക്കും. പക്ഷേ എക്സ്ട്രാ എന്താണ് ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും ബേസ്ഡ് ഓൺ വാല്യൂ. ഓക്കെ, അഡ്വലം ഫീസ് എന്താണ് നമ്മൾ കൊടുക്കേണ്ടി വരും ബേസ്ഡ് ഓൺ എത്രയാണോ അതിൻ്റെ വാല്യൂ അതിൻ്റെ നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആർ ഇഷ്യൂ ചെയ്യും, നമ്മുടെ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ഇന്ന ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഡീംഡ് നോട്ടീസ് ഓഫ് ദ ചാർജ്. ഡീംഡ് നോട്ടീസ് ഓഫ് ദ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ കമ്പനിക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസെറ്റുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് രജിസ്റ്റർ ഓഫ് ചാർജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാർജ് ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ആരുടെ കയ്യിലുണ്ടാകും? നമ്മുടെ രജിസ്ട്രാറിൻ്റെ കയ്യിലുണ്ടാകും. അത് വളരെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ചാർജ് ഹോൾഡറിനോ അല്ലെങ്കിൽ കമ്പനിയായിട്ട് അസറ്റ് വാങ്ങിക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ ലോൺ കൊടുക്കാൻ പോകുന്നവർക്കോ ഉണ്ട്. നമ്മൾ ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ, നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മെമ്മോറണ്ടം ആർട്ടിക്കിൾസിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. അവിടെ മെമ്മോറണ്ടമും ആർട്ടിക്കിൾസും സ്പെഷ്യൽ റെസൊല്യൂഷൻസും ചില 117 എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ്, അവിടുത്തെ വരുന്ന എല്ലാ എഗ്രിമെന്റ്സും പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ട് ആസ് പെർ സെക്ഷൻ 399 അതെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ പബ്ലിക്കിനുണ്ട്. കാരണം ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും തന്നെയുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനുണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ് ഈ പറഞ്ഞ 117 വരുന്നൊരു കോൺസെപ്റ്റ് തന്നെ എന്താണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യണം. സെക്ഷൻ നമ്പർ 80 പറയുന്നു ഡീംഡ് നോട്ടീസ് ഓഫ് ദ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊരു ഇംപ്ലോയിഡ് നോളേജ് ആർക്ക് വേണം? കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണം. അതെവിടെ നമുക്ക് കിട്ടും? MCAയുടെ പോർട്ടലിൽ നമ്മൾ കിട്ടും. ആ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താണ് ഉറപ്പുവരുത്തണം. ഓക്കെ, ഓർത്തുക. എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്? നമുക്ക് നല്ലപോലെ അറിയാം. ഡീംഡ് നോളേജ് അല്ലെങ്കിൽ ഇംപ്ലോയിഡ് നോളേജ് അറിയാം. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ അറിയാമെന്ന് തന്നെ ആര് വിശ്വസിക്കും? നമ്മുടെ കമ്പനി അതിനെ വിശ്വസിക്കാം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 80 വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? സെക്ഷൻ 80 പറയുന്നത് എനി പേഴ്സൺ അക്വയറിംഗ് സച്ച് പ്രോപ്പർട്ടി, അസെറ്റ്സ്, അണ്ടർടേക്കിംഗ്സ് ഓർ പാർട്ട് thereof or any share or interest therein shall be deemed to have notice of the charge. Deemed to have notice. അതുകൊണ്ട് തന്നെ every person deal with the company should verify. That is your duty to verify. ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ പോലും നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആരും തടയുന്നില്ലല്ലോ. യു ഗോ ആൻഡ് ചെക്ക് ദ സെയിം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു വ്യക്തി അത് എൻറ്റർ ചെയ്യുകയും അത് അയാൾ നോക്കാത്ത കാരണം കൊണ്ടാണ് എൻറ്റർ ചെയ്തതെങ്കിൽ വിത്തൗട്ട് മേക്കിംഗ് എനി എൻക്വയറി he cannot claim any loss from the company. ഒരിക്കലും ROC അത് തരത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറയത്തില്ല. ചില ഫീസും നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് വർത്തി ദ കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ചാർജ്. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്നു കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ആരറിയില്ല? എങ്ങനെ ചാർജ് ഹോൾഡർ അറിയും? സോറി, തേർഡ് പാർട്ടി അറിയും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് ചാർജ് ഹോൾഡറിനും എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു പക്ഷേ ചാർജ് രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഇതിന് പ്രശ്നമുണ്ടോ? ഉറപ്പായിട്ടും പ്രശ്നമുണ്ട്. ചാർജ് രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ, ഒരു പക്ഷേ ചാർജ് രജിസ്ട്രേഷൻ ചെയ്തില്ല, ഓക്കെ, കമ്പനി ലിക്വിഡേഷനിൽ പോയെന്ന് വെച്ചോ. സോ കോൺസെപ്റ്റ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ, അതുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ കമ്പനി എന്താണ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് സെക്യൂർഡ് അസെറ്റ് ആകില്ല. ഇപ്പം എന്താണ്? നോ ചാർജ് ക്രിയേറ്റഡ് ബൈ ദ കമ്പനി ഷാൽ ബി ടേക്കൺ ഇൻ ടു ബൈ ദ ലിക്വിഡേറ്റർ. കാരണം എന്താണ്? ലിക്വിഡേറ്ററിന് ഒരു രീതിയിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അസെറ്റിൻ്റെ മേളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ A4 എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, A4 ലിമിറ്റഡ് എന്നൊരു കമ്പനിയുണ്ട്. ഈ കമ്പനി ലിക്വിഡേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അവർ രജിസ്ട്രേഷൻ ചെയ്തില്ല, ചാർജ് ഹോൾഡർ ശ്രദ്ധിച്ചിട്ടുമില്ല. കാരണം നമുക്ക് ആ എക്സ്റ്റെൻഡ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 30 + 60 ഡേയ്സ്. 2018 കാര്യം നമുക്ക് നോക്കണ്ട, 2024 കാര്യം നോക്കാം. അതായത് ആഫ്റ്റർ 2018 കാര്യം നമുക്ക് നോക്കാം. ആ ഒരു എക്സ്റ്റെൻഡ് ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്തില്ല എന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈവൻ ദോ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് സെക്യൂർഡിന് പകരം എന്തായിട്ട് മാറും? അൺസെക്യൂർഡ് ആയിട്ട് മാറും. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. അതുകൊണ്ട് തന്നെ ലിക്വിഡേറ്റർ ഒരിക്കലും എന്താണ് അത് സെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വോയിഡ്. ഇറ്റ് ബിക്കംസ് വോയിഡ് അഗെയിൻസ്റ്റ് ലിക്വിഡേറ്റർ ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ്. ഒരിക്കലും എന്താണ് ആ അസെറ്റ് റിയലൈസ് ചെയ്തിട്ട് ഒരിക്കലും എന്താണ് ആ അസെറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ലെൻഡറിന് കൊടുക്കാൻ പറ്റില്ല. ക്രെഡിറ്ററിന് ഒരു രീതിയിൽ എന്താണ് അവകാശം ഉണ്ടാകില്ല. അയാൾ എന്ത് ചെയ്യും? സെക്യൂർഡ് നിന്ന് മാറി അൺസെക്യൂർഡ് ആകും. അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ചാർജ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അസെറ്റ് പൈസ കിട്ടത്തില്ലെന്നല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും? ആ പറഞ്ഞ സെക്യൂരിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു കോൺസിക്വൻസ് കൂടെയുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. എക്സാമ്പിൾ നമ്പർ 6 ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1-ാം തീയതി ചാർജ് ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, വിത്തിൻ 30 days രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് രജിസ്ട്രേഷൻ ചെയ്തില്ല, ഓക്കെ, ഫസ്റ്റ് 30 days. പക്ഷെ ഇവർ എന്ത് ചെയ്തു?
60th ഡേ രജിസ്ട്രേഷൻ ചെയ്തു. ഓക്കെ, എക്സ്റ്റൻഡ് ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്തു. പക്ഷേ ഇതേ അസറ്റിന് മേളിൽ ഇവിടെ വെച്ചൊരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ വെച്ച് രജിസ്ട്രേഷൻ ചെയ്തു. ഓക്കെ, പക്ഷേ ആദ്യം ക്രിയേറ്റ് ചെയ്തതാണ് ഒന്നാണ്, പക്ഷേ രണ്ടാമത്തത് ക്രിയേറ്റ് ചെയ്തതും രജിസ്ട്രേഷൻ ചെയ്തതും അടുത്തടുത്താണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഒന്നും രണ്ടും തമ്മിൽ അടിയാണ്. ഞാനാണ് ആദ്യമേ ക്രിയേറ്റ് ചെയ്തത്, എനിക്ക് അസറ്റ് വേണം. പക്ഷെ ഇവിടെ ആർക്കാണ് പ്രയോറിറ്റി കിട്ടുക? ഇവിടെ നിങ്ങൾ സബ്സീക്വൻറ്റ് ചാർജിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ, സബ്സീക്വൻറ്റ് എക്സ്റ്റൻഡ് ടൈമിൽ രജിസ്ട്രേഷൻ ചെയ്തോ, ആദ്യമേ ആരാണ് ചെയ്തതെന്നല്ല, ആദ്യമേ ആരാണ് രജിസ്ട്രേഷൻ ചെയ്തത്, അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ നമ്പർ 6 വായിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അതോർന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു സംഭവമാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ചാർജ് ബൈ ദ ചാർജ് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് കമ്പനി ക്രിയേറ്റിംഗ് മസ്റ്റ് രജിസ്റ്റർ ദ സൈറ്റ് ചാർജ്. ഉറപ്പായിട്ടും തന്നെ ഇഫ് ദ കമ്പനി ഫെയിൽസ് ടു ഡു വിത്തിൻ 30 ഡേയ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാർജ് ഹോൾഡറിന് എന്ത് ചെയ്യാം? ഞാനിങ്ങനെ ഒരു ചാർജ് മേടിച്ചിട്ടുണ്ട്, കമ്പനി എന്താണ് 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്തില്ല, അത് രജിസ്ട്രാറെ ദയവ് ചെയ്തൊന്ന് രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രാർ എന്ത് ചെയ്യും? കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുക്കും. ഇഫ് നോ ഒബ്ജക്ഷൻ ഈസ് റിസീവ്ഡ്, കമ്പനി പറയാണ് കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? രജിസ്ട്രാർ വിൽ രജിസ്റ്റർ ദ ചാർജ്. ഇപ്പൊ കമ്പനി പറയാണ് വേണ്ട സഫീഷ്യന്റ് കോസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ ചാർജ് ഹോൾഡറിന്റെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ ആണെങ്കിൽ രജിസ്ട്രാർ വിൽ രജിസ്റ്റർ വിത്തിൻ എ പീരീഡ് ഓഫ് 14 ഡേയ്സ്. കമ്പനിക്ക് നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു പക്ഷേ ഒബ്ജക്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരിക്കലും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചാർജ് ഹോൾഡറിന്റെ ആ പറഞ്ഞ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് താഴെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി സെക്ഷൻ 79 പറയുന്നത് ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി അക്വിസിഷൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഈ പറഞ്ഞ ചാർജിന്റെ മോഡിഫിക്കേഷനെ കുറിച്ചുമാണ്. സെക്ഷൻ നമ്പർ 79 അക്വിസിഷൻ ഓഫ് പ്രോപ്പർട്ടി സബ്ജക്ട് ടു ചാർജ്. അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആരോ എന്താണ് ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്തതിനെ മേടിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ മോഡിഫിക്കേഷനെ കുറിച്ചും രണ്ടിനെ കുറിച്ചും പറയാൻ നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 77 അപ്ലിക്കബിൾ ആകും. അതായത് യു ഹാവ് ടു രജിസ്റ്റർ. നമുക്ക് നോക്കാം എന്നാ സംഭവം. കമ്പനി അക്വയറിംഗ് എനി പ്രോപ്പർട്ടി സബ്ജക്ട് ടു ചാർജ്. ഒരു കമ്പനി എന്താണ്? ഒരു കമ്പനി ആൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്തൊരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് എ കമ്പനി in case of a property where the charge is already registered ചെയ്തിട്ടുണ്ട് and if it is sold with the permission of the holder of the charge. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് if it is sold with the permission, ഒരു പ്രശ്നം തന്നെ ഇല്ല. It shall be the duty of the company acquiring to get the charge is registered. ഇവിടെ എന്താണ്? ഒരു കമ്പനി ചാർജ് ക്രിയേറ്റ് ചെയ്തത് ചാർജ് ഹോൾഡറിന്റെ കൺസെന്റോട് കൂടി വിൽക്കുകയാണ്. അപ്പോൾ അത് മേടിക്കുന്ന കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ഏർലിയർ ചാർജ് എന്താണ്? അവിടെ വെക്കേറ്റ് ആകും. പുതിയ ചാർജ് എന്താണ്? നമ്മൾ പുതിയ ചാർജ് രജിസ്റ്റർ ചെയ്യണം പുതിയ കമ്പനിയുടെ പേരിൽ. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മോഡിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ്? അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോഡിഫിക്കേഷൻ നൽകുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറുന്നത്, പിന്നെ എന്താണ് റീപേയ്മെന്റ് ഷെഡ്യൂൾസ് ഒക്കെ മാറുന്നത്, അല്ലെങ്കിൽ പരിപാസ് ക്ലോസിൽ വ്യത്യാസം വരുത്തുന്നത്, അല്ലെങ്കിൽ അസെറ്റ് പാർഷ്യൽ റിലീസ് ചെയ്യുന്നത്, ഇതൊക്കെ മോഡിഫിക്കേഷൻ ആണ്. ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ്റെ ഒരു ഫോം ഉണ്ട്, CHD ചാർജസ് 3 എന്നൊരു ഫോം എന്താണ് നിങ്ങൾക്ക് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ചാർജ്, എത്ര എമൗണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് MCA വെബ്സൈറ്റ് ഉണ്ടാകും. അത് രജിസ്റ്ററിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം? എല്ലാ കമ്പനി എന്താണ് എവ്രി കമ്പനി ഷാൽ കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് രജിസ്റ്റർ ഓഫ് ചാർജ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഫ്ലോട്ടിംഗ് ആയിക്കോട്ടെ, ഫിക്സ്ഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ കമ്പനി എന്താണ് കീപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് ജനറൽ കോൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റും. എന്താണ്? ബിസിനസ് അവേഴ്സിൽ നിങ്ങൾക്ക് ഫീസ് കൊടുത്തിട്ട് എൻ്റെ ചാർജസ് അവിടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനി എടുത്തുകൊണ്ട് പോയോ വിറ്റോ എന്നൊക്കെ എന്താണ് ഈ പറഞ്ഞ മെമ്പറിനോ അല്ലെങ്കിൽ ക്രെഡിറ്ററിനോ എന്താണ് വിത്തൗട്ട് പേയ്മെൻറ്റ്. ഇനി മെമ്പറോ ക്രെഡിറ്ററോ അല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഫീസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഈ പറഞ്ഞ ചാർജസിൻ്റെ രജിസ്റ്റർ പ്രിസർവ്ഡ് പെർമനൻ്റ്ലി കമ്പനി ഉള്ള കാലം വരെ എന്താണ് കൃത്യമായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യണം. നെക്സ്റ്റ്, കമ്പനി റിപ്പോർട്ട് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോൺ റീപേ ചെയ്യുന്നു, അസെറ്റ് ഫ്രീ ആക്കുന്നു. അതാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. റീപേയ്മെൻറ്റ് അത് കൃത്യമായിട്ട് എന്താണ് കമ്പനി രജിസ്ട്രാറിനെ അറിയിക്കണം. അതായത് നമ്മൾ പൈസ കൊടുത്തു, നമ്മളതിന് എന്താണ് ക്ലിയർ ചെയ്തു, പൈസ എല്ലാം കൊടുത്തു എന്നുള്ള എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുത്ത 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. നിങ്ങൾക്ക് ഇനി സമയം വേണമെന്നുണ്ടെങ്കിൽ 300 ദിവസം വരെയും സമയമുണ്ട്. ഇത് ഈ പറഞ്ഞ 2018 കോൺസെപ്റ്റ് അപ്ലിക്കബിൾ അല്ല.
300 ഡേയ്സ് വരെ എന്താണ് ചെയ്യും. അപ്പോൾ ഇവിടെ നോട്ടീസ് ടു ദ ഹോൾഡർ ഓഫ് ദ ചാർജ് ബൈ ദ രജിസ്ട്രാർ. ഇവിടെ കമ്പനി പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്തു എന്ന്. അപ്പോൾ ആൾറെഡി ഇവിടെ മിസ്റ്റർ എക്സിൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് രജിസ്ട്രാറിൻ്റെ കയ്യിലുണ്ടാവും. രജിസ്ട്രാർ എന്ത് ചെയ്യും? ഒരു ഷോ കോസ് നോട്ടീസ് അയക്കും. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ സാറ്റിസ്ഫാക്ഷൻ അപ്രൂവ് ചെയ്യാൻ പാടില്ല. ഇറ്റ് മീൻസ് നിനക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നോട്ട് എക്സീഡിങ് 14 ഡേയ്സിൻ്റെ നോട്ടീസ് എന്താണ് നോട്ട് എക്സീഡിങ് 14 ഡേയ്സിൻ്റെ നോട്ടീസ് നമ്മുടെ ഇയാൾക്ക് കൊടുക്കും. ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് കമ്പനി സാറ്റിസ്ഫാക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യും. ഓക്കെ, അത്രയും നോക്കാം. അപ്പോൾ ഇൻ നോ കോസ് ഇസ് ഷോൺ ബൈ ദ ചാർജ് ഹോൾഡർ. ഇഫ് ഈസ് കോസ് ഷോൺ ബൈ ദ ചാർജ് ഹോൾഡർ, ഇല്ല എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എന്താണ് കമ്പനിനെ ഇൻഫോം ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യും. അതിനുശേഷം സാറ്റിസ്ഫാക്ഷൻ്റെ CHG 5 ആണ്. CHG 3 എന്തായിരുന്നു? മോഡിഫിക്കേഷൻ ആയിരുന്നു. പ്രിസർവേഷൻ ചെയ്യണം. പ്രിസർവേഷൻ ഫോർ 8 years ഫ്രം ദ ഡേറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ക്രിയേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. മോഡിഫിക്കേഷന് 3 years വരും. സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൈസ റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്ത് അന്ന് തൊട്ട് 8 years വരെ കീപ്പ് ചെയ്യുക. അതിനിടയ്ക്ക് കമ്പനി പൂട്ടി പോയാൽ പ്രശ്നമൊന്നും തന്നെ അവിടെ വരില്ല. നെക്സ്റ്റ് സാറ്റിസ്ഫാക്ഷൻ്റെ റിലേറ്റഡ് കോൺസെപ്റ്റ് തന്നെയാണ്. പവർ ഓഫ് രജിസ്ട്രാർ ടു മേക്ക് എൻട്രീസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിലീസ് ആബ്സെൻസ് ഓഫ് ഇന്റിമേഷൻ ഫ്രം ദ കമ്പനി. കമ്പനി എന്താണ് സാറ്റിസ്ഫാക്ഷൻ ചെയ്തതിന് ശേഷവും ആ സാറ്റിസ്ഫാക്ഷൻ്റെ വിവരം വളരെ കൃത്യമായിട്ട് തന്നെ രജിസ്ട്രാറിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, രജിസ്ട്രാറിന് ഏതെങ്കിലും രീതിയിൽ ആ അസെറ്റ് വിറ്റു അല്ലെങ്കിൽ ആ ചാർജസ് എന്താണ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തു എന്നൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം? സാറ്റിസ്ഫാക്ഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും രീതിയിൽ ഒരു ചാർജ് ഡിസ്ചാർജ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആകുകയും നമ്മുടെ രജിസ്ട്രാറിന് ഇൻറ്റിമേഷൻ ചെയ്തില്ല. ആരും ഇൻറ്റിമേഷൻ ചെയ്തില്ല, ഇതുണ്ടോ? കമ്പനിയും ഇൻറ്റിമേഷൻ ചെയ്തില്ല, ചാർജ് ഹോൾഡറും ഇൻറ്റിമേഷൻ ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ ചാർജിലുള്ള പ്രോപ്പർട്ടി തേർഡ് പാർട്ടിക്ക് വിറ്റു എന്നൊരു എവിഡൻസ് ആർക്ക് കിട്ടി? നമ്മുടെ രജിസ്ട്രാറിന് കിട്ടി. അങ്ങനെ വേണമെങ്കിൽ രജിസ്ട്രാറിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാറിന് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ രജിസ്റ്റർ ഓഫ് ചാർജസിൽ എൻട്രി ചെയ്യാൻ പറ്റും. എന്തൊക്കെ? ദ ഡെറ്റ് ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ് ഇൻ ഹോൾ ഓർ പാർട്ട് എന്താണ് ഡിസ്ചാർജ് ചെയ്യുമെന്നും, അല്ലെങ്കിൽ എന്താണ് പാർട്ട് റിലീസ് ചെയ്യുക, എന്താണ് അവിടെ സംഭവിച്ചത്, അതിന് ഇൻറ്റിമേഷൻ എന്തൊക്കെ എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ അത് അതേപോലെ ആർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും? നമ്മുടെ രജിസ്ട്രാറിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഇൻറ്റിമേഷൻ കിട്ടാത്തപ്പോൾ മാത്രമാണ് പറയുന്നത്. നെക്സ്റ്റ് അതിനുശേഷം എന്താണ് അഫക്റ്റഡ് പാർട്ടീസിന് എന്താണ് വിത്തിൻ 30 days ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് കൊടുക്കും. അതിനുശേഷം സാറ്റിസ്ഫാക്ഷന് CHG 5 എന്താണ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇൻറ്റിമേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിസീവർ ഓർ എ മാനേജർ. ഇവിടെ പറയുന്നത് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ആസെറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി ഈ പറഞ്ഞ ചാർജ് ഹോൾഡറിന് റിസീവറിന് അല്ലെങ്കിൽ മാനേജർ എന്താണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് എനി പേഴ്സൺ ഒബ്ടൈൻസ് എൻ ഓർഡർ ഫോർ ദ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ ചെയ്യണമെങ്കിൽ കോടതിയാണ് ഉത്തരവ് നൽകുക. അങ്ങനെ റിസീവർ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരെ അറിയിച്ചാൽ മതി? നമ്മൾ കമ്പനീനെ അറിയിക്കണം. ഇതുണ്ടോ ഇങ്ങനെ, ഈ ഷാൽ ഗീവ് നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് ടു ദ കമ്പനി ആൻഡ് ദ രജിസ്ട്രാർ. ഇങ്ങനെ എൻ്റെ അസെറ്റ് നോക്കാൻ വേണ്ടി ഒരു റിസീവറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റിന് ഉത്തരവ് കിട്ടിയ 30 ദിവസത്തിനുള്ളിൽ എന്താണ് കമ്പനിയെ ചാർജ് ഹോൾഡർ അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അറിയിക്കാവുന്ന രീതിയിലാണ്. പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ പറയുന്നുണ്ട്. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ സമയത്ത് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റാണ്. ലാസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചാപ്റ്റർ നമ്പർ 6 എന്താണ് നമ്മൾ നോക്കിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ മാത്രമാണ്.